സൗന്ദര്യവതിയായ താമരശ്ശേരി നെടുകപ്പാറ പ്രദേശം നഗരസഭയുടെ മാതൃകാ പദ്ധതി എത്തിയതോടെ ഏറെ അഴകോടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. മഞ്ചേരി നഗരസഭ നെടുകപ്പാറ ക്വാറിയുടെ പുനരുജ്ജീവനം സാധ്യമാക്കിയതോടെ ജലസംരക്ഷണവും സൗന്ദര്യവൽക്കരണവും ഒന്നിച്ചു നടപ്പാവുകയായിരുന്നു. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് നെടുകപ്പാറ ക്വാറിയുടെ പുനരുജ്ജീവനവും ജലസംരക്ഷണ സൗന്ദര്യവൽക്കരണവും സാധ്യമായത്. അമൃത് പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ നെടുകപ്പാറ ക്വാറിയോട് ചേർന്നുള്ള കുളം 90 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചിരുന്നു. ഇതോടെ കുളിക്കാനും അലക്കാനും യഥേഷ്ടം ശുദ്ധജലം ലഭിക്കാൻ തുടങ്ങി. കല്ല് പൊട്ടിച്ചെടുത്ത ഒരു ക്വാറിയായിരുന്നത്. പഴയ കാലത്ത് ഗവൺമെൻറ് ഭൂമിയാണ്. അത് ഈ ക്വാറി ഡീസിന് കൊടുത്തുകൊണ്ട് അത് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ കാലിയാക്കി വെച്ചതായിരുന്നു. അങ്ങനെ വെള്ളം ഇതിൽ കുറേ തളം കെട്ടി നിന്നിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റിൻ്റെ വകയായിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കുളം ഉണ്ടാക്കിയത്. ഈ കുളത്തിൽ എല്ലാ ജനങ്ങളും വരുന്നുണ്ട്. കുട്ടികൾ കുളിക്കാൻ വരുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. സൺഡേ ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഇവിടെ വന്നിട്ട് കുളിക്കുന്നതും വലിയൊരു ഉപകാരമാണ് എല്ലാവർക്കും. നീന്തൽ പഠിക്കാൻ, കുട്ടികളെ നീന്തിക്കാൻ, എല്ലാ ആവശ്യത്തിനും ഇവിടെ എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ കുളിക്കാൻ എല്ലാറ്റിനും ഞങ്ങൾക്കിവിടെ സുഖമായിട്ട് കഴിയാനുള്ളൊരു വേദി ഒരുക്കി തന്നതാണ്. നെടുകപ്പാറയിൽ ബോട്ടിംഗ്, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, വാഹനം പാർക്കിംഗ്, നടപ്പാത, ശൗചാലയം, മിയാവാക്കി ഫോറസ്റ്റ് അങ്ങനെ സൗകര്യങ്ങളുടെ പറുദീസ ഒരുക്കുകയാണ് മഞ്ചേരി നഗരസഭ. ക്വാറിയിൽ നിന്ന് പാഴായി പോകുന്ന വെള്ളം സംഭരിച്ച് ബോട്ടിംഗ് സംവിധാനവും ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി. പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ഈ വെള്ളം ശുദ്ധീകരിച്ച് വീടുകളിലേക്ക് വിതരണം ചെയ്യാനും ആകും. എൻ്റെ പേര് ഐഷ. പിന്നെന്താ വെച്ചാൽ കോല നന്നാക്കിയോണ്ട് എല്ലാവർക്കും, നാട്ടുകാർക്കും ഞങ്ങൾക്കൊക്കെ ഉപകാരമാണ്. എല്ലാവർക്കും തന്നു. വെള്ളമില്ലേനും ഇപ്പോൾ വെള്ളം ഉണ്ടായി. നീന്തലും കൊണ്ട് കുട്ടികളെയും കൊണ്ട് ഇഷ്ടം പോലെ സ്കൂളിനകത്ത് തന്ന് വരുന്നുണ്ട്. പെണ്ണുങ്ങളും കുട്ടികളും ഇഷ്ടം പോലെ വരുന്നുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന ചില ഭാഗങ്ങളിൽ മത്സ്യകൃഷി ചെയ്യാനും പദ്ധതിയുണ്ട്. കുളത്തിനോട് ചേർന്നുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് പാർക്ക് നിർമ്മിക്കുന്നത്. നഗരസഭയ്ക്ക് കീഴിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചതാണ് പാർക്കുകൾ. ദിഷണാശാലികളായ ഭരണകർത്താക്കൾ നഗരസഭയുടെ അമരത്തിരുന്ന കാലം എന്നും ഓർക്കപ്പെടും.